VS മരിച്ചതിന് ശേഷം VSനെ മുസ്ലിം വിരുദ്ധനാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സാറ് സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞിരുന്നല്ലോ, ഇതിൽ കേരളം ഭയപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ടെന്നുള്ളത്. അതെന്താണെന്ന് വിശദീകരിക്കാമോ? നമ്മൾ VSനെ മുസ്ലിം വിരുദ്ധനാക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യാജ പ്രചരണം നടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ വീഡിയോ ചെയ്തതാണ്. ഇപ്പോൾ ഇത് ഭയപ്പെടുത്തുന്ന ലെവലിലേക്കായതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഷിബിലി, യഥാർത്ഥത്തിൽ കേരളത്തിലുള്ള ഏറ്റവും വലിയ രണ്ട് കക്ഷികൾ, അതൊന്ന് നമുക്കറിയാം കോൺഗ്രസും അതുപോലെ CPM ആണ്. അവർ രണ്ടുപേരും പല ഘട്ടങ്ങളിലും ചില ഇത്തരത്തിലുള്ള വർഗീയ നിലപാടുള്ളവരുമായിട്ടൊക്കെ ചില നീക്കുപോക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പം ഏറ്റവും ഒടുവിൽ നമുക്കറിയാലോ, മറ്റേ ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനയായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിച്ചുകൊണ്ട് VD സതീശൻ അവരെയൊക്കെ തന്നെ കുറിച്ച് തന്നെ അവർ മതരാഷ്ട്രവാദികളല്ല, അല്ലെങ്കിൽ ഇപ്പോൾ അവരത് പറയുന്നില്ല എന്നൊക്കെയുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ ഞാൻ കൃത്യമായിട്ട് പറയാം, അതൊക്കെ തന്നെ അവരങ്ങനെ ആവശ്യപ്പെട്ടതുകൊണ്ട്, അവരെ ആരെങ്കിലും ഇത്തരത്തിൽ ഒന്ന് എൻഡോസ് ചെയ്യേണ്ട ആവശ്യമുള്ളത് കൊണ്ട് അവർ പറഞ്ഞൊരു കാര്യമാണ്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, CPM എന്ന് പറയുന്ന പാർട്ടിയെ എതിർത്തുകൊണ്ട് ഇല്ലാതാക്കുകയും കോൺഗ്രസിനെ ഇതുപോലെ കൂടെ നിന്ന് ഇല്ലാതാക്കുകയും ചെയ്തുകൊണ്ട് സംഘപരിവാറും അതുപോലെ തന്നെ BJPയും പിന്നെ ഈ പറയുന്ന പോലെ ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമികളും, അതായത് ന്യൂനപക്ഷ വർഗീയതയും ഇതുപോലെ തന്നെ മതരാഷ്ട്രവാദക്കാരായിട്ടുള്ള രണ്ട് പാർട്ടികൾ മതി ആ സ്പേസിലേക്ക്, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടാകുന്ന ഒരു പ്രതിപക്ഷത്തിൻ്റെ സ്പേസിലേക്ക് കടന്നു കയറാനുള്ള ഒരു ശ്രമമാണ് ജമാഅത്തെ ഇസ്ലാമി നടത്തുന്നത്. ആ നടത്തുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ കേരളത്തിൽ നമുക്കറിയാം ഹിന്ദുക്കളായിട്ടുള്ള, അല്ലെങ്കിൽ ജന്മം കൊണ്ട് അങ്ങനെ വേണമെങ്കിൽ പറയാവുന്ന സ്വരാജ് ആണെങ്കിലും VS അച്യുതാനന്ദനാണെങ്കിലും പോലെയുള്ള നേതാക്കന്മാരെ പോലും എടുത്തുകൊണ്ട്, അതും ശ്രദ്ധിക്കണം, വളരെ കൃത്യമായി സംഘപരിവാർ അജണ്ടകൾക്കെതിരെ നിലനിന്നിട്ടുള്ള അതിതീവ്രമായി പ്രസംഗിക്കുകയും സംസാരിക്കുകയും അത് പറയാനുള്ള ധൈര്യം കാണിക്കുകയും ചെയ്യുന്ന രണ്ട് നേതാക്കന്മാർ, ആ നേതാക്കന്മാരെ തന്നെ ഇവർ ഹാൻഡ് പിക്ക് ചെയ്തുകൊണ്ട്, അതായത് ചൂസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് അവരെ തന്നെ ഇടത് ഹിന്ദുത്വയുടെ ആളുകളാണ്, അല്ലെങ്കിൽ ഹിന്ദുത്വ തീവ്രവാദികളാണ് എന്നുള്ള നിലക്കുള്ള ഒരു പ്രചരണം കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഏതാണ്ട് ഒരു കൊല്ലം മുമ്പ് തന്നെ, അതായത് VS അച്യുതാനന്ദന് 100 ദിവസം തികയുന്ന അന്ന് തന്നെ ഇദ്ദേഹം ഇസ്ലാമോഫോബിയ പടർത്തിയ ഒരാളാണ് കേരളത്തിൽ എന്നുള്ള നിലക്കുള്ള ഒരു വ്യാഖ്യാനമൊക്കെ ഇദ്ദേഹം കൊടുത്തിരുന്നു. ആ ഇസ്ലാമോഫോബിയ നടത്തിയതാണെന്ന് പറഞ്ഞ വ്യാഖ്യാനത്തിന് തുടക്കമിട്ടത് മീഡിയ വണ്ണിൻ്റെ ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ചയിൽ മറ്റേ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ തിങ്ക് ടാങ്ക് ആയിട്ടുള്ള സീതാവീദാണ്. ആ സീതാവീദിൽ നിന്ന് ഇത്തരത്തിൽ ഇസ്ലാമോഫോബിയ ഉള്ള ഒരാൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇസ്ലാമോഫോബിയക്ക് ആധികാരികത നൽകിയ ഒരാളാണ് എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിയ പടർത്തിയിട്ടുള്ള, അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധനായിട്ടുള്ള ഒരാളാണെന്ന് നേരിട്ട് പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ട്. കാരണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോഴത്തേക്ക് ആളുകൾ ചിലപ്പോൾ താടിക്കിട്ടൊക്കെ തട്ടും. അപ്പോൾ അത് പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് വളരെ വളഞ്ഞ് പൊതിച്ച് പൊതിഞ്ഞു പിടിച്ച് യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിയക്ക് ആധികാരികത നൽകിയ ഒരാളാണ്. അത് NDFനെതിരെ പറഞ്ഞതാണെങ്കിലും, മുസ്ലിം കേരളം ഒരുപക്ഷെ 20 കൊല്ലം കഴിയുമ്പോൾ മുസ്ലിം ഭൂരിപക്ഷമായാൽ എന്താണെന്നൊക്കെ ചോദിച്ചുള്ള ഒരു പ്രസ്താവന പുള്ളി നടത്തിയിരുന്നു. ഇനി അതിനുശേഷം പുള്ളി പറയുന്ന ഒരു വാചകമുണ്ട്, മുസ്ലിം ഭൂരിപക്ഷമായാൽ എന്താണ് കുഴപ്പമെന്നാണ് ചോദിച്ചത്. അങ്ങനെ അല്ലല്ലോ VS അച്യുതാനന്ദൻ പറഞ്ഞത്. VS അച്യുതാനന്ദൻ പറഞ്ഞത് കൃത്യമായിട്ട് മുസ്ലിം ഭൂരിപക്ഷമാക്കാൻ, അല്ലെങ്കിൽ അത്തരത്തിൽ മതപരമായിട്ടുള്ള ഒരു വളർച്ച ഉണ്ടാകാൻ വേണ്ടിയിട്ട് NDF എന്ന് പറയുന്ന തീവ്രവാദ സംഘം ഇവിടെ ശ്രമിക്കുന്നു എന്നാണ്. അങ്ങനെ ഈ ദാവീദ് വ്യാഖ്യാനിച്ച പോലെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തു, ഷിബിലിക്ക് അറിയാലോ, അതായത് ഇന്ത്യ ഒരിക്കലും മുസ്ലിം ഭൂരിപക്ഷം ആകില്ല. കാരണം ഇന്ത്യൻ 30 കോടിയിൽ നിന്ന് ഏതാണ്ട് 96 കോടിയിൽ ഹിന്ദു മതം വളർന്നപ്പോൾ, അതുപോലെ തന്നെ മുസ്ലിം എന്ന് പറയുന്നത് 3.5 കോടിയിൽ നിന്ന് 14.5 കോടിയായി അവരെന്ത് ചെയ്തു, വളർന്നു 2011 സെൻസസ് പ്രകാരം എന്ന് പറഞ്ഞു ഞാനൊരു വീഡിയോ ചെയ്തു. അപ്പോൾ ഫാക്റ്റാണ്. വേണമെങ്കിൽ ആ വീഡിയോനെ എടുത്ത് അങ്ങനെ വ്യാഖ്യാനിക്കാം. അതായത് ഈ പറയുന്ന അങ്ങനെ മുസ്ലിം ഇപ്പം നിലനിൽക്കുന്ന സ്റ്റാറ്റസ് ഇതുപോലെ തന്നെ നിൽക്കണമെന്നാണ് നിങ്ങൾക്ക് ഇത്ര ആഗ്രഹം. വേണമെങ്കിൽ മുസ്ലിം മതം ഭൂരിപക്ഷമായാൽ എന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കാം. അങ്ങനെ കുഴപ്പമൊന്നുള്ളത് നമ്മളാരും പറഞ്ഞില്ല. നമ്മൾ പറഞ്ഞതൊരൊറ്റ കാര്യമാണ്. കാരണം VS പറഞ്ഞതൊറ്റ കാര്യമാണ്. ചില തീവ്രവാദ നിലപാടുകാർ ഇത്തരത്തിലുള്ള പ്രചരണം നടത്തിക്കൊണ്ടും പണം കൊടുത്തുകൊണ്ടും ഒക്കെ ആളുകളെ തങ്ങളുടെ കൂടെ ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. ഇത് യഥാർത്ഥത്തിൽ 1 കൊല്ലം മുമ്പ് VSനെതിരെ തുടങ്ങിയിട്ടുള്ള പ്രചരണമാണ്. ഇത് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള മുസ്ലിം സമുദായത്തിൽ ഇതുപോലെ കുത്തിത്തിരിപ്പുകാരല്ലാത്തവരൊരു കാര്യം മനസ്സിലാക്കണം. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് വലിയ തോതിൽ ഒരു പഠനം നടത്താനും, ആ പഠനം നടത്തിയതിന് ശേഷം കേരളത്തിൻ്റെ സാഹചര്യങ്ങളിൽ പഠനം നടത്തിയതിന് ശേഷം മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് എന്ത് ചെയ്യണമെന്ന് പറയാനും വേണ്ടിയിട്ട് ഒരു പഠനം നടത്താൻ ഏക സംസ്ഥാനം തീരുമാനിച്ചത് കേരളമാണ്. VS അച്യുതാനന്ദൻ്റെ കീഴിലാണ്.
ഇനി മലപ്പുറത്ത് ഒരു ജില്ല രൂപീകരിക്കാൻ വേണ്ടി വന്നപ്പോൾ ആ മലപ്പുറം ജില്ല എന്ന് പറയുന്നത് മറ്റേ തീവ്രവാദ നിലപാടുകാരുടെയൊക്കെ കേന്ദ്രമായി മാറുമെന്ന് പറഞ്ഞ് നിയമസഭയിൽ കെ കരുണാകരൻ സംസാരിച്ചപ്പോൾ അതിഗംഭീരമായി കെ കരുണാകരൻ നിങ്ങൾ പറയുന്നത് സംഘപരിവാരത്തിൻ്റെയും ഇപ്പുറത്തുള്ള RSSന്റെയും നാക്കിലാണ്, അല്ലെങ്കിൽ അതേ ഭാഷയിലാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് തിരിച്ചടിച്ച ഒരാളാണ് VS അച്യുതാനന്ദൻ. VS അച്യുതാനന്ദനെയും എം സ്വരാജിനെയും ഒന്നും ഒരിക്കലും ഹിന്ദു തീവ്രവാദത്തിന്റെ സൈഡിൽ കൊണ്ട് കെട്ടാൻ പറ്റില്ല. പിന്നെ ഷിബിലി ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ പശു എന്ന് പറയുന്നത് ഒരു ഗോപൊളിറ്റിക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കൗബെൽറ്റ് എന്ന് പറയുന്ന സംസ്ഥാനങ്ങളൊക്കെ തന്നെ BJP പിടിച്ചെടുക്കുകയും കേരളത്തിൽ നിന്നുകൊണ്ടോ കേരളത്തിന് പുറത്തു പോയിക്കൊണ്ട് പോലും പശുവിനെതിരെ സംസാരിച്ചാൽ അത് ഹിന്ദുക്കളുടെ വികാരം വ്രണപ്പെടുമോ എന്നൊക്കെ ആളുകൾ ഭയന്നിരുന്നൊരു കാലത്ത് നമുക്കിപ്പോഴും അറിയാലോ. ഇപ്പൊ കർണാടകത്തിൽ പോയിട്ട് നമ്മൾ ബീഫ് എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ അടുത്ത് വന്ന് മലയാളികൾ പോലും പതുക്കെ പറയും. എന്താ വെച്ചാൽ അതുപോലെ ഭയക്കുന്ന ഒരു കാലത്ത് VS അച്യുതാനന്ദൻ കൃത്യമായിട്ട് പറഞ്ഞൊരു വാചകമുണ്ട്, കാളയാണ് പശുവാണ് നിങ്ങളുടെ മാതാവ് എന്നാണ് പറയുന്നതെങ്കിൽ അപ്പൊ കാളയാണോ നിങ്ങളുടെ അച്ഛൻ എന്ന് പറയുന്ന അതിനിശിതമായിട്ടുള്ള ഒരു വിമർശനം ഉയർത്താൻ കെൽപ്പ് കാണിച്ച ഒരാളാണ്. പിന്നെ വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് ഹെലികോപ്റ്ററിൽ മറ്റേ വിഷമടിക്കുന്ന പോലെ വിഷമടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞ ആളാണ് VS അച്യുതാനന്ദൻ. ആരെക്കുറിച്ച്? വെള്ളാപ്പള്ളിയെക്കുറിച്ച്. അപ്പം ഏത് മതത്തിലെ ആണെങ്കിലും, അത് ക്രിസ്ത്യൻ്റെ ആണെങ്കിലും ഹിന്ദുവിലെ ആണെങ്കിലും മുസ്ലിമിലെ ആണെങ്കിലും ഏത് മതത്തിലെ ആണെങ്കിലും തീവ്ര നിലപാടുകൾക്കെതിരെ കൃത്യമായ പ്രതിരോധം തീർത്തിട്ടുള്ള ഒരാളാണ് ഈ പറയുന്ന VS അച്യുതാനന്ദൻ എന്ന് പറയുന്നത്. ആ VS അച്യുതാനന്ദനെ പിടിച്ച് മറ്റേ പല ചെങ്കറ ഭൂസമരവും മറ്റു പല കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുകൊണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഈ പറഞ്ഞ പോലെ അവർ എന്ന് പറഞ്ഞ് NDF എന്ന് പറഞ്ഞത് കട്ട് ചെയ്യാതെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഒരൊറ്റ കുഴപ്പമാണ്, അത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് മനസ്സിലായില്ല എന്ന് എനിക്കറിയില്ല. കോൺഗ്രസിനെ നക്കിക്കൊല്ലാനും CPM-നെ ഈ പറയുന്ന പോലെ കുത്തിക്കൊല്ലാനും തീരുമാനിച്ചുകൊണ്ട് പകരം ഇവിടെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഭാഗമായിട്ട് ഞങ്ങൾ രണ്ടുപേരും മതി. ആരൊക്കെ മതി? ഒന്ന് വലത് പക്ഷേ ഹിന്ദുത്വ തീവ്രവാദികളും മതി. പകരം എന്താണ്, ഞങ്ങൾ ഇപ്പുറത്ത് ഈ പറഞ്ഞ പോലെ ന്യൂനപക്ഷ മതരാഷ്ട്രവാദക്കാരും മതി, തീവ്രവാദികളും തീവ്രമായ നിലപാടുള്ളവരും മതി. തീവ്രത ഒളിച്ചു വെച്ചേക്കണേന്ന് മാത്രമേ ഉള്ളൂ, നിലപാടുള്ളവരും മതി. അങ്ങനെ ഈ പറയുന്ന പോലെ കേരളത്തെ വിഭജിക്കാൻ വേണ്ടി ഇവരെന്ത് ചെയ്യുന്നു, പദ്ധതി ഇടുന്നു. അപ്പോൾ ഇവരുടെ കൂടെ കുറച്ചുകൂടി കൂടുതൽ ആളെ കിട്ടും. ഈ അപകടം യഥാർത്ഥത്തിൽ കോൺഗ്രസോ അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ CPM-ഓ മനസ്സിലാക്കി ഇതിനെ ചെറുക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ VS-നെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നിട്ട് കൃത്യമായിട്ട് ഇതിനെ ചെറുക്കാൻ ഇപ്പോൾ CPM പോലും വേണ്ട വിധത്തിലുള്ള ഒരു എഫേർട്ട് ഇട്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇത് അങ്ങേയറ്റം അപലപനീയമായിട്ടുള്ള അങ്ങേയറ്റം ഈ പറഞ്ഞ പോലെ മോശപ്പെട്ടൊരു കാര്യമാണ്. അപ്പം ഇതാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. സാർ, ഇപ്പോൾ ഇവർ VS-നെയും അതുപോലെ തന്നെ എം സ്വരാജിനെയും ഒക്കെ ഇപ്പോൾ തെരഞ്ഞെടുത്ത് ഈ സമയത്ത് തന്നെ ഇങ്ങനെ ഒരു അക്രമം നടത്താനുള്ള കാരണം എന്തായിരിക്കും? ഷിബിലി ഉദ്ദേശിച്ചത് ഇപ്പോൾ VS അദ്ദേഹത്തിന്റെ ഈ പിന്തുണകളൊക്കെ കിട്ടി വരുമ്പോൾ അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് ആക്രമിക്കുക, അതിൻ്റെയൊക്കെ ഒറ്റ കാര്യമുള്ളൂ ഷിബിലി. യഥാർത്ഥത്തിൽ ഈ പറയുന്ന ബാക്കിയുള്ള നേതാക്കന്മാരൊക്കെ ഷിബിലി ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ കാണാം. ഇപ്പോൾ എം സ്വരാജിനെതിരെ വലിയ തോതിൽ അറ്റാക്ക് ഉണ്ടായി. എം സ്വരാജിനെതിരെ എന്തുകൊണ്ട് അറ്റാക്ക് ഉണ്ടായി? നിലമ്പൂരിൽ എം സ്വരാജ് സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ പോലും എം സ്വരാജ് അവിടെയുള്ള ഒരു ജില്ലാ കമ്മിറ്റി മെമ്പർ ഞങ്ങൾക്ക് എല്ലാ പാർട്ടിക്കാരുടെയും, അതായത് വെൽഫെയർ പാർട്ടിയുടെയും PDP-യുടെയും എല്ലാ പാർട്ടിക്കാരുടെയൊക്കെ വോട്ട് വേണം, എല്ലാ മനുഷ്യരുടെയും വോട്ട് വേണം എന്ന് പറഞ്ഞൊരു ജില്ലാ കമ്മിറ്റി മെമ്പർ സംസാരിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ സംസാരിച്ചത് പത്രങ്ങളിൽ വാർത്തയായപ്പോൾ ഒരു സ്ഥാനാർത്ഥിയോട്, അത് സാധാരണ സ്ഥാനാർത്ഥികൾ നമുക്കറിയാലോ, ഇപ്പോൾ മറ്റേ ഷൗക്കത്തൊക്കെ ആണെങ്കിൽ പിന്നെ വാതുറക്കുന്നുണ്ടായില്ല സ്ഥാനാർത്ഥിയായതിനു ശേഷം. പക്ഷേ എം സ്വരാജിനോട് വന്നിട്ട് ചോദിച്ചു, എല്ലാ മനുഷ്യരുടെയും വോട്ട് വേണം എന്നാണല്ലോ പറഞ്ഞേക്കുന്നത്, അപ്പോൾ അതായത് ഈ പറയുന്ന വർഗീയ പാർട്ടികളിലുള്ളവരുടെയും കൂടി വോട്ട് വേണം എന്നല്ലേ എന്ന് പറയുന്നൊരു ചോദ്യം വന്നപ്പോൾ എം സ്വരാജ് പറഞ്ഞ മറുപടി ഓർമ്മയുണ്ട. ആ മറുപടി പറഞ്ഞത്, ഞങ്ങൾക്ക് എല്ലാ മനുഷ്യരുടെയും വോട്ട് വേണം, പക്ഷേ ഞങ്ങൾ മനുഷ്യരായി പരിഗണിക്കുന്നവരിൽ ഈ പറയുന്ന വർഗീയ നിലപാടുള്ള ആളുകളെ ഒന്നും തന്നെ ഞങ്ങൾ മനുഷ്യരായി പരിഗണിക്കുന്നില്ല. അതായത് ജമാഅത്ത് ഇസ്ലാമി, വെൽഫെയർ പാർട്ടി, ഇത്തരം പാർട്ടികളിൽ SDPI പോലുള്ള പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരൊന്നും ഞങ്ങൾ മനുഷ്യരായിട്ട് പോലും പരിഗണിക്കുന്നില്ല. RSSനെ പ്രവർത്തിക്കുന്നവരെ ഞങ്ങൾ മനുഷ്യരായി പരിഗണിക്കുന്നില്ലെന്നാണ്. അപ്പം അത്ര ശക്തമായ നിലപാടെടുക്കാൻ ധൈര്യമുള്ള ഒരാളായിട്ടാണ് ഇവർക്ക് ഭയം തോന്നിയിട്ടുള്ളത് ഈ പറയുന്ന സ്വരാജിനെയാണ്. പിന്നെ VS അച്യുതാനന്ദനെ കുറിച്ച് പറഞ്ഞാൽ, VS അച്യുതാനന്ദൻ തെരഞ്ഞെടുപ്പിൽ താങ്കൾക്ക് 4 വോട്ട് കിട്ടുമോ ഇല്ലയെന്ന് നോക്കാതെ അതിഗംഭീരമായി കൃത്യമായി ഒരു നിലപാടെടുക്കാനും ആ നിലപാടിൻ്റെ പുറത്ത് സംസാരിക്കാനും ഒക്കെ തയ്യാറായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ ഇനി VS-നൊക്കെ കിട്ടുന്ന ഒരു ജനപ്രീതിയും പ്രിയത ഈ പറയുന്ന പോലെ ജനങ്ങളുടെ പ്രിയപ്പെട്ടവരും ഒക്കെ ആയിട്ട് മാറുന്നത് കണ്ടിട്ട് സ്വാഭാവികമായിട്ടും ഇതുകൊണ്ട് കൂടുതൽ ആളുകൾ ഈ നിരയിലേക്ക് എത്തിയാൽ ഇവരുടെ കച്ചവടം കൂട്ടും. മനസ്സിലായോ?
ഇതുകൊണ്ടാണ് ഷിബിലി, അതായത് ഒരു ലോക്കൽ സെക്രട്ടറിയുടെ ടിപ്പർ ലോറി ഇടിച്ചിട്ടുള്ള കേസിൽ പോലും, ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുള്ളതാണ്, ടിപ്പർ ലോറി പിടിച്ചെടുത്ത കേസിൽ അതും മറ്റൊരു മുസ്ലിമായിട്ടുള്ള നാമധാരിയായിട്ടുള്ള ഒരു SHO ആണ്, സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണ്, ഒരു സർക്കിൾ ഇൻസ്പെക്ടറാണ്. ആ സർക്കിൾ ഇൻസ്പെക്ടറുടെ പേര് മാറ്റി മറ്റൊരു ഹിന്ദുവിനെ എടുത്തു വെച്ചുകൊണ്ട് പോലീസിൽ RSS അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുകയാണെന്നാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം ഈ നിലവിലുള്ള മതേതരമായി നിൽക്കുന്ന അവരൊക്കെ പല ഘട്ടങ്ങളിലും, ഞാൻ തുറന്നു തന്നെ പറയാം, പല ഘട്ടങ്ങളിലും അവർ പല വിട്ടുവീഴ്ചകളും ചെയ്തുകൊണ്ട് പല ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിൽ വർഗീയ ശക്തികളൊക്കെ ആയിട്ട് കൂടലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് CPM ഉണ്ടായിട്ടുണ്ട്, കോൺഗ്രസ് ഉണ്ടായിട്ടുണ്ട്, BJP ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം, എങ്കിലും നമുക്ക് പ്രത്യാശ അർപ്പിക്കാവുന്ന ഇത്തരത്തിലുള്ള കക്ഷികളെ കൂടി അങ്ങോട്ട് ഇല്ലാതാക്കിയാൽ പിന്നെ ഒരൊറ്റ ഗുണമേ ഉള്ളൂ. ആ ഗുണം എന്താണെന്ന് അറിയാമോ? കൃത്യമായി പറഞ്ഞാൽ ഈ പറയുന്ന ഇവിടെ സംഘപരിവാരും പിന്നെ ഇപ്പുറത്ത് മറ്റേ ജമാഅത്തെ ഇസ്ലാമിക്കാരും, അതായത് കേരളത്തിന്റെ മോചനം ഇസ്ലാമിലൂടെ എന്ന്, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറയുന്ന ആളുകളും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ രണ്ടു പേർക്കും എന്ത് ചെയ്യാം? വളരാം. ആ വളരുന്നതിന് BJP പോലും അല്ലെങ്കിൽ സംഘപരിവാർ പോലും എടുക്കാത്ത തരത്തിലുള്ള ഹീനമായിട്ടുള്ള തന്ത്രങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആളുകളെ കുറിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മീഡിയ വണ്ണൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനം ഇതാണ് അവരുടെ ചിന്തയും അവരെ പ്രകോപിപ്പിക്കുന്നതും ഇതാണ്. ഇനി ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാവരുത്. കാരണം ഇപ്പൊ ഇവരുടെ പല കള്ളങ്ങളും സ്വരാജ് പൊളിച്ചെടുക്കിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ BS അച്യുതാനന്ദൻ ഇവരെ ഒരു മറയുമില്ലാതെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, ആക്രമിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ ഇനി ഉണ്ടാവരുത്. കാരണം ഇതൊക്കെ കണ്ടിട്ട് കൂടുതൽ ആളുകൾ VS പോലെ ആകാൻ തീരുമാനിച്ച കഞ്ഞൂടി പൊട്ടിപ്പോകും.